ലെബനോൺ ഇന്ന് അന്താരാഷ്ട്ര വാർത്തകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ലെബനനിൽ കുറിച്ചിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കമാകാം. മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നായിരുന്നു ഒരു കാലത്ത് ഈ ഒരു രാജ്യത്തെ അറിയപ്പെട്ടിരുന്നത്. മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യൻ രാജ്യമായ ലെബനനിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം രാജ്യമായി മാറിയത്? ഇപ്പോൾ ഇസ്രയേലിന്റെ ലക്ഷ്യം ലെബനൻ എന്ന രാജ്യം മാത്രമാണോ, അതോ അതുവഴി ഇറാൻ എന്ന ലക്ഷ്യം കൂടിയുണ്ടോ? യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ വിശദമാക്കാം ടോക്ക് സ്പേസിലൂടെ. ഞാൻ സ്വാതിശ്രീ കേസ്. ലെറ്റ് us talk about everything. Welcome back to Talk Space. മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ലെബനോൺ. ഇങ്ങനെയൊരു വാർത്ത ഒരുപക്ഷെ പല ആളുകൾക്കും പുതുമയുള്ളതാവാം. മിഡിൽ ഈസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുക അവിടെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആണല്ലോ എന്നതാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ലെബനൻ. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ സ്ഥിതി ചെയ്തിരുന്ന ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ഈ അറബ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ എല്ലാം ലെബനനിൽ വന്ന് വിദ്യാഭ്യാസം നേടുകയും അവിടെ തന്നെ ജോലി ചെയ്ത് സ്ഥിരമാവുകയും ചെയ്തിരുന്നു. ലെബനനിലെ ക്രിസ്തു മതക്കാർ വിശാല മനസ്കരായിരുന്നു. അതായത് വളരെ നല്ല മനുഷ്യരായിരുന്നു അവിടെയുള്ളവർ. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യക്കാരെ സ്വീകരിക്കുന്നതിൽ ഒട്ടും മടി അവർ കാണിച്ചിരുന്നില്ല. ഈ പ്രത്യേകിച്ചും അയൽ രാജ്യക്കാരായ അറബ് രാജ്യക്കാരെ അവർ സ്വീകരിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്ത ലെബനനിൽ പാശ്ചാത്യ സംസ്കാരത്തെ ആദരിക്കുകയും അത് മറ്റുള്ള രാജ്യക്കാർക്ക് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ലെബനൻ എന്നറിയപ്പെട്ടിരുന്നത്. ഇതെല്ലാം കൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്ന ലെബനനെ അറിയപ്പെട്ടിരുന്നത്. ക്രിസ്ത്യൻ രാജ്യങ്ങളെ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, അവരെന്നും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. എല്ലാ മതക്കാരെയും സ്വീകരിച്ച് വളരെ നല്ല സാഹോദര്യത്തിൽ കടന്നുപോയ രാജ്യമായിരുന്നു ലെബനൻ. എന്നാൽ 1970-കളോടുകൂടി അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത് ക്രമാതീതമായി ഈ മുസ്ലിമുകളുടെ വർധനവ് ആ രാജ്യത്തിന് ഉണ്ടായതിനു ശേഷമാണ്. മുസ്ലിം സമൂഹം അവിടെ വർദ്ധിക്കാനുള്ള ഒരു പ്രധാന കാരണം ക്രിസ്ത്യൻ ജനത അവിടെ ഒരാളെ മാത്രമേ വിവാഹം കഴിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ മുസ്ലിം സമൂഹം അവിടെ 2-ൽ കൂടുതൽ വിവാഹം കഴിക്കുമായിരുന്നു. അതായത് 3-4 ഭാര്യമാർ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുട്ടികൾ വർദ്ധിക്കുകയും മുസ്ലിം പോപ്പുലേഷൻ കൂടുകയും ചെയ്തു. അങ്ങനെ 1970 ആയപ്പോഴേക്കും ലെബനനിൽ മുസ്ലിം വിഭാഗം ഭൂരിപക്ഷത്തിലെത്തി. സ്വമേധയാ ആ രാജ്യം മുസ്ലിമുകളുടെ കൈകളിൽ ആവുകയും അവർ ക്രിസ്ത്യൻ സമൂഹത്തെ കൂട്ടക്കൊല നടത്താൻ തുടങ്ങി. അവിടെ ഈ ക്രിസ്ത്യൻ ജനത പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ അതിനുശേഷം വന്നു തുടങ്ങി. പുറത്തിറങ്ങാനും യാത്രകൾ ചെയ്യാനും വരെ അവർക്ക് ഭയമായി തുടങ്ങി. ക്രിസ്ത്യൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊല ചെയ്യപ്പെടുമെന്ന് ഉറപ്പായി. അങ്ങനെ ഒളിഞ്ഞും പാത്തും ജീവിക്കേണ്ട അവസ്ഥ അവിടെയുള്ള ക്രിസ്ത്യൻ ജൂത സമൂഹത്തിന് ഉണ്ടായി. 1975 ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ക്രിസ്ത്യാനികളെ ക്രിസ്ത്യൻ പള്ളികളിൽ കയറിയും വീടുകൾ കയറിയും ആക്രമിക്കാൻ തുടങ്ങി. ലെബനനിലെ മുസ്ലിം സമൂഹത്തിന് മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നും വലിയ തോതിൽ സഹായം ലഭിച്ചിരുന്നു. ലെബനനിലെ ക്രിസ്ത്യൻ സമൂഹത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാനും അതുവഴി ഇസ്രയേലിന് ഒരു താക്കീത് കൊടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു മുസ്ലിം രാഷ്ട്രങ്ങൾക്കുണ്ടായിരുന്നത്. പൂർണ്ണമായും ആ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. ഭൂരിപക്ഷം ക്രിസ്ത്യൻ മതക്കാരാണെങ്കിലും ഒരുപാട് വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത മതങ്ങളും എല്ലാമുള്ള ഒരു രാജ്യം ഒറ്റയടിക്ക് തലകീഴായി മറിയുകയായിരുന്നു. ക്രിസ്ത്യാനി ആണോ എന്നറിയാൻ വഴിയാത്രകളിൽ ചെക്ക് പോസ്റ്റുകളിലൊക്കെ യാത്രക്കാരെ പരിശോധിച്ചു തുടങ്ങി. ക്രിസ്ത്യൻസ് അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവരെ യാത്രകൾ ചെയ്യാൻ അനുവദിക്കുകയുണ്ടായിരുന്നുള്ളൂ. ക്രിസ്ത്യൻസ് ആണെന്ന് ഇനി തെളിഞ്ഞു കഴിഞ്ഞാലോ അവരെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയുക.
അത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അവിടുത്തെ ഇസ്ലാമിക സമൂഹം അന്ന് ചെയ്തു പോന്നു. 1940-കളിലാണ് ലെബനിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അന്ന് അവിടെ ക്രിസ്ത്യാനിറ്റി ഭൂരിപക്ഷമായിരുന്നെങ്കിലും പല മതക്കാർ അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നത് ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും പ്രധാനമന്ത്രി ആയിരുന്നത് മുസ്ലിമാണ്. അങ്ങനെ പല മതത്തിൽപ്പെട്ടവരായിരുന്നു രാജ്യത്തിൻ്റെ അധികാര പദവിയിലുണ്ടായിരുന്നത്. പക്ഷേ വളരെ വിശാല മനസ്കരും സമാധാനാന്തരീക്ഷത്തിലും സഹിഷ്ണുതയിലും കഴിഞ്ഞിരുന്ന ഒരു രാഷ്ട്രമാണ് 1975 ശേഷം പൂർണ്ണമായിട്ടും ഇസ്ലാമിക രാജ്യമായി മാറുകയും കാര്യങ്ങളെല്ലാം തലകീഴായി മറിയുകയും ചെയ്തത്. ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് മറ്റൊരു ഗസയായി ലെബനൻ മാറുകയാണെന്നുള്ളതാണ്. ലെബനനിൽ ഉടനീളം ഇസ്രയേൽ വ്യാപക ആക്രമണം നടത്തുകയാണ്. നിരവധി പേരാണ് അവിടെ കൊല്ലപ്പെടുന്നത്. നമ്മളത് സ്ഥിരം ദിവസേന കാണുന്നുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ ലെബനനിലും ആക്രമണം നടത്തുന്നത്. ഇത് ഇസ്രയേൽ വ്യക്തമായിട്ടുള്ളൊരു തിരിച്ചടി നൽകുകയാണ്. അതായത് കാലങ്ങൾക്കിപ്പുറം കാത്തിരുന്ന് പകരം വീട്ടുക തന്നെയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. ഇസ്രയേലിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ബെയ്റൂട്ട് പിടിച്ചെടുക്കുക എന്നുള്ളത്. ഹിസ്ബുള്ളയും ഹമാസും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രാജ്യങ്ങൾക്കൊന്നും സമാധാനം ഇസ്രയേൽ നൽകില്ല എന്നുള്ള ഉറപ്പാണ്. ഇവിടെ ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യം പിടിച്ചെടുത്താൽ അവിടെയുള്ള ക്രിസ്ത്യൻ മതക്കാരെയെല്ലാം ഇസ്രയേലിലേക്ക് കൊണ്ടുവരും എന്നതാണ്. ഇപ്പോൾ തന്നെ ലെബനനിലുള്ള ഏകദേശം ആളുകൾ അവിടെ നിന്നും പലായനം ചെയ്തു പോയി. ഇസ്രയേലിന്റെ ലക്ഷ്യം ഇറാൻ പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പേടിയുടെ മുൾമുനയിൽ നിർത്തുക എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലെബനന് ചുറ്റുമുള്ള ഈ അറബ് രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള ഭയത്തിൻ്റെ വിത്ത് ഇസ്രയേൽ പാകി വെച്ചിരിക്കുകയാണിപ്പോൾ. ഇസ്രയേലിന് വലിയൊരു ധൈര്യം എന്ന് പറയുന്നത് അമേരിക്ക എന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആണ് ഇസ്രയേൽ പോരാടുന്നതും അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നതും എല്ലാം. ഈ ഹമാസ് ഹിസ്ബുള്ള സാന്നിധ്യമുള്ള ഇടങ്ങളെല്ലാം ഇസ്രയേൽ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം ഇപ്പോൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാണോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത്. അടുത്ത ലക്ഷ്യം എവിടെയാണെന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. യമൻ എന്ന ഒരു വലിയൊരു രാജ്യം അടുത്ത് കിടക്കുന്നുണ്ട്. ഏത് നിമിഷവും എന്തും അവിടെ സംഭവിക്കാം. ലെബനന്റെ അടുത്ത് കിടക്കുന്ന അറബ് രാജ്യങ്ങളെല്ലാം വലിയ പേടിയിലാണിപ്പോൾ. ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഹസൻ നസ്രല്ല പലവട്ടം ഇസ്രയേലിന് താക്കീത് നൽകി കഴിഞ്ഞു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഹമാസിനോ ഹിസ്ബുള്ളയ്ക്കോ ആക്രമിക്കാനുള്ള സമയം പോലും ഇസ്രയേൽ നൽകില്ല എന്നതാണ്. പിന്നെ നല്ല രീതിയിലുള്ള ഒരു ഭയം ഇവർക്ക് നിലനിൽക്കുന്നുമുണ്ട്. ഹിസ്ബുള്ള ഒരു 50% ഇല്ലാതായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഹിസ്ബുള്ള വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നുമില്ല. അവരിപ്പോഴും മിസൈലുകൾ വിക്ഷേപിക്കുകയാണ് ഇസ്രായേലിലേക്ക്. ഏകദേശം 200ഓളം മിസൈലുകൾ അവർ കഴിഞ്ഞ ദിവസം തന്നെ വിക്ഷേപിച്ചു കഴിഞ്ഞു. അവരുടെ കൈകളിൽ നമുക്കറിയാം ആയുധങ്ങൾ കുറവാണ്, അവർക്ക് കുറവാണ്. ഇല്ലെങ്കിൽ തന്നെ ഇസ്രയേലിന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. വിക്ഷേപിക്കുന്ന മിസൈലുകളിൽ പലതും ഇസ്രയേലിനും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇല്ലെന്നല്ല, അവിടെയും ഇസ്രയേലിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് ഒപ്പം ഉണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പുകൾ ഇറാൻ നൽകി കഴിഞ്ഞു. ഹിസ്ബുള്ള ഒറ്റയ്ക്കല്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഇസ്രയേലിനെ ബാധിക്കില്ല. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾ കൂട്ടത്തോടെ വന്നാലും ഇസ്രയേലിന് അമേരിക്ക ഒപ്പം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഇനി അമേരിക്ക പോട്ടെ, ഇസ്രയേൽ ഒറ്റയ്ക്ക് മതി, ഒന്നും പേടിക്കാനില്ല. മാത്രമല്ല ഇസ്രയേലിന്റെ കൈകളിൽ അതുപോലെ ആയുധങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ആയുധങ്ങൾ, ലോകം മുഴുവൻ ചാമ്പലാക്കാൻ ശേഷിയുള്ള ടെക്നോളജി ഇസ്രയേലിന്റെ കൈകളിൽ ഭദ്രമാണ്. അത് തന്നെ ഇസ്രയേലിന്റെ ഒരു സ്വകാര്യ അഹങ്കാരവുമാണ്. മറ്റൊന്ന്, അമേരിക്ക എന്ന ഒരു പവർ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ നടത്തുവാനും പ്രേരിപ്പിക്കുവാനുള്ള ഒരു കാരണം. യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ഹിസ്ബുള്ളയോട് പ്രത്യേകിച്ച് പകയൊന്നുമില്ല. പക്ഷേ ഹമാസിനെ അനുകൂലിക്കുന്നതും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും കൊണ്ടാണ് ഹിസ്ബുള്ളയോട് ഇസ്രയേലിന് ഇത്ര വിരോധമുണ്ടായിരിക്കുന്നത്. ഹമാസിനെ സഹായിക്കുന്നത് നിർത്തുകയാണെങ്കിൽ ഹിസ്ബുള്ളയെ വെറുതെ വിടുമെന്ന് ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞു.
ഹമാസിനേക്കാളും ശക്തമായ ഒരു സംഘടനയാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഹമാസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹിസ്ബുള്ള എന്ന സംഘടനയെ ആക്രമിക്കുകയാണ് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഹിസ്ബുള്ളയിൽ നിന്നുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇസ്രയേലിനെ ആക്രമിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലെബനിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതും. ഹിസ്ബുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വേരോടെ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിക്കും. അതല്ല, ഹമാസിനെ സഹായം നിർത്തി ഹിസ്ബുള്ള ഒതുങ്ങുകയാണെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം അവരും അത് നിർത്തലാക്കും, അവർ നടത്തില്ല. പക്ഷേ ഹിസ്ബുള്ള അത് ചെയ്യില്ല എന്നതാണ് സത്യം. അവർ ഹമാസിനെ പിന്തുണ നൽകുക തന്നെ ചെയ്യും. ഹിസ്ബുള്ളയെ തകർക്കാൻ ഇസ്രയേൽ അങ്ങേയറ്റം വരെ പോവുകയും ചെയ്യും. ഇതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് സഹായവുമായി ഇറാൻ ഇറങ്ങിയാൽ ഇറാനെ ഇല്ലാതാക്കാൻ ഇസ്രയേൽ അടുത്ത യുദ്ധം തുടങ്ങുകയും ചെയ്യും. അങ്ങനെ യുദ്ധം മെല്ലെ മെല്ലെ വ്യാപിച്ചുകൊണ്ടിരിക്കും. ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ഒരു തുടക്കം വേണമെങ്കിലാകാം. ഇനി വരാൻ പോകുന്നത് എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.